ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്ത വിറ്റാമിൻ സി സിറങ്ങളിലെ എൻ്റെ ടോപ്പ് 10 പിക്സിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇപ്പോൾ കറന്റ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് വിറ്റാമിൻ സി സിറം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിഷ് കെയറിന്റെ സൂപ്പർ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി സിറം. ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഇന്റർനാഷണൽ വിറ്റാമിൻ സി സിറം ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അത് ഏതാണ് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. ഫസ്റ്റ് നമുക്ക് ഈ വിറ്റാമിൻ സി സിറത്തിനെ പറ്റി പറയാം. ഇത് എന്തുകൊണ്ട് എന്റെ ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ച്വലി 2 ടൈപ്പ് വിറ്റാമിൻ സി സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ വിറ്റാമിൻ സി ഒരുപാടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വിറ്റാമിൻ സിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് ഒരുപാട് പേരുകളുണ്ട്. എൽ-അസ്കോർബിക് ആസിഡ്, 3-O-ethyl അസ്കോർബിക് ആസിഡ്, ആസ്കോർബിൽ പാൽമത്തേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള 3-O-ethyl അസ്കോർബിക് ആസിഡും എൽ-അസ്കോർബിക് ആസിഡാണ് ഈ വിറ്റാമിൻ സി ഫോർമുലേഷനകത്ത് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റ്നസ് മാത്രമല്ല, സ്കിന്നിനകത്തുള്ള ചെറിയ പിഗ്മെന്റേഷൻ മാറ്റാൻ ഈ ഒരു വിറ്റാമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ്. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ഒരുപാട് സിറംസ് ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആ ഒരുപാട് സിറത്തിന്റെ കൂടി ഇതൊരു ഹെവി വെയിറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ സി വേണം എനിക്ക് എപ്പോഴും വേണം. കാരണം ഞാൻ എപ്പോഴും മോർണിംഗിൽ എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്ന വിറ്റാമിൻ സി ആണ്. സോ അതുകൊണ്ട് ഞാൻ ഈ വിറ്റാമിൻ സി ഫസ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ടോണിങ് ഒക്കെ നമ്മൾ സ്കിൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഈ വിറ്റാമിൻ സി ആണ്. അപ്പൊ അത് ഹെവി ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള സിറമോ അല്ലെങ്കിൽ പിന്നെയുള്ള മോയിസ്ചറൈസറോ സൺസ്ക്രീനോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെവിനെസ് തോന്നും. കാരണം കോമ്പിനേഷൻ സ്കിൻ അല്ലേ. പക്ഷെ ഈ വിറ്റാമിൻ സി ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് അതുകൊണ്ട് തന്നെ എനിക്ക് വിറ്റാമിൻ സി എപ്പോൾ ലൈറ്റ് വെയിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു വിറ്റാമിൻ സി അതിന് നമുക്ക് കോംപ്രമൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ, കോംപ്രമൈസ് അല്ല, അതിന് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി. നിങ്ങൾ എത്ര സിറമോ എത്ര കട്ടികളോ മോയിസ്ചറൈസറോ യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അതിൽ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഈ ഒരു വിറ്റാമിൻ സി നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ആക്നെ ഉണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക, പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആക്നെ ഉണ്ടെങ്കിൽ ഞാൻ ഏത് വിറ്റാമിൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പക്ഷെ ആക്നെ 1-2 ആക്നെ ആണെങ്കിൽ ഫൈൻ. പക്ഷെ അതല്ല, അതിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വിറ്റാമിൻ സി യൂസ് ചെയ്യും. ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് നയാസിനമൈഡും കോജിക് ആസിഡും. നമുക്കറിയാം ഇപ്പൊ 1-2% കോജിക് ആസിഡ് നമ്മൾ ഹൈ ലെവലിൽ 2-3% നമ്മൾ ഒരു സിറത്തിനകത്ത് തന്നെ ഉള്ളത്. പക്ഷെ ഇതിനകത്ത് ഓൾറെഡി ഒരു 1% കോജിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ 5% നയാസിനമൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രേഷനും ഒരു പരിധിവരെ ഓപ്പൺ പോസ് മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു ഓപ്പൺ പോസ് കംപ്ലീറ്റ്ലി മാറ്റും ഞാൻ പറയത്തില്ല. ആ ഒരു നയാസിനമൈഡ് ഫോർമുലേഷനിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്പൺ പോസ് മാറ്റാൻ അത്ര എത്തുന്നില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒന്നും ഇല്ലാത്തതിനേക്കാളും എന്തെങ്കിലും നമ്മൾക്ക് നിയാസിനമൈഡിന്റെ വർക്ക് ഇത് തരുന്നതുകൊണ്ട് തന്നെ ഒരു 3-in-1 ഫോമിലായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് വിഷ് കെയർ വിറ്റാമിൻ സി സിറം ഞാനിപ്പോ എന്റെ ടോപ്പ് പിക്കിൽ വച്ചേക്കുന്നത്. രണ്ടാമത്തെ വിറ്റാമിൻ സി സിറം എന്ന് വെച്ചാൽ ഒരു കൊറിയൻ ബേസ്ഡ് വിറ്റാമിൻ സി സിറം. ഞാൻ നേരത്തെ വിഷ് കെയർ യൂസ് ചെയ്തപ്പോൾ ഈ സിറം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു സിറം ഓർമ്മ വരുന്നത്. അതാണ് ഈ വിറ്റാമിൻ സി സിറം. ഇതാണ് നമ്മൾ ക്ലെയറിന്റെ വിറ്റാമിൻ സി സിറത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഒരു സാധനം ഇടുമ്പോൾ നമുക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്, പെട്ടെന്ന് നമുക്കൊരു ഫേസിന്റെ ഗ്ലോ കിട്ടുമ്പോഴല്ലേ. ഈ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എഫക്ട് കാരണം ഇട്ട് കഴിഞ്ഞ സ്പോട്ടിൽ നമുക്കൊരു ഗ്ലോ കിട്ടും. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എൽ-അസ്കോർബിക് ആസിഡ് ഉണ്ട്, സെന്റല ഏഷ്യാറ്റിക്, പിന്നെ യൂസു ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഉണ്ട്. ഇതിനകത്ത് യൂസു ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ആയാലും അതല്ലെങ്കിൽ സെന്റല ഏഷ്യാറ്റിക്കും നമ്മുടെ സ്കിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എൽ-അസ്കോർബിക് ആസിഡ് ആണ് ഇതിനകത്തുള്ള വിറ്റാമിൻ സി ഫോർമുല. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് ഇത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ പോകുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ആന്റി ഏജിങ്, ഫ്രീ റാഡിക്കൽ അങ്ങനെയൊക്കെ വേണ്ടി അല്ലെങ്കിൽ സ്കിൻ ഗ്ലോ ബ്രൈറ്റ്നസിനൊക്കെ വേണ്ടി നിങ്ങളൊരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ സ്കിൻ കെയർ യൂസ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സെറാണ് ഇത്. കാരണം ഇപ്പൊ ചില ആൾക്കാരുണ്ടായിരിക്കും പിഗ്മെന്റേഷൻ മാറാനായിട്ട് അവർക്ക് വേറെ സിറം വേണം. പക്ഷെ ഒരു സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടി ഒരു വിറ്റാമിൻ സി സെറം എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിറ്റാമിൻ സി സെറാണ് ക്ലെയറിന്റെ വിറ്റാമിൻ സി സെറം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബോട്ടിലാണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിൽ എന്നല്ല, ഒരു ഫൈബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബോട്ടിലാണ്. അപ്പൊ ഇത് തറയിൽ വീണാലും പൊട്ടാണെന്നും പോലില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മളിപ്പം ഒരു 3 മാസത്തിൽ കൂടുതലൊക്കെ ഇത് യൂസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ അന്ന് 2ാമത്തെ ബോട്ടിലാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ലാസ്റ്റ് പോർഷൻ എത്തിയപ്പോൾ ഞാൻ വേറെ ഡെർമക്കോഡ് മിനിമലിസ്റ്റിന് വിറ്റാമിൻ സി സെറം വാങ്ങി. അപ്പൊ ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു.
ഇതൊരു ഗ്ലോ വേണ്ട സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അവസാനത്തെ കുറച്ച് പോർഷൻ കളയേണ്ടി വന്നു. കാരണം പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോയി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ എടുത്തു വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാനുള്ളൊരു കാര്യം, അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മളിപ്പം അങ്ങനെ ഇപ്പൊ എന്നെ പോലെ നിങ്ങൾ എടുത്ത് വെക്കണം എന്നില്ല, യൂസ് ചെയ്ത് തീർക്കാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കൊഴിച്ചും ഇല്ലാണ്ട് പോകും. ഞാൻ പറഞ്ഞ 2 മാസം 3 മാസത്തിനുള്ളിലൊക്കെ നമ്മൾ ഈ സെറം വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 3 മാസം വരെയൊക്കെ ആണെങ്കിൽ ഇതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിന് അണ്ടറിലും വെക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ ബോട്ടിൽ പമ്പ് ബോട്ടിലല്ല, ട്യൂബ് ബോട്ടിൽ, നമ്മളെ ഡ്രോപ്ലെറ്റ്സ് ആണ് ബോട്ടിലായിട്ട് വരുന്നത്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ കുറച്ചൊക്കെ ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്ട് ഭയങ്കരമാണ്. പിന്നെ നമുക്കറിയാലോ കൊറിയൻ സ്കിൻ കെയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇടുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ, ഒരു ഗ്ലോയി ഫിനിഷ് ഒക്കെ തോന്നിക്കും. അത് അവരുടെ ഫോർമുലേഷൻ എപ്പോഴും എക്സ്ട്രീംലി ഹൈഡ്രേറ്റിംഗ് ആയ ഫോർമുലേഷൻ ആയതുകൊണ്ടാണ്. സോ എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും ടോപ്പ് 10 വരുമ്പോൾ ഒരു ആദ്യത്തെ 5 വരുന്ന അല്ലെങ്കിൽ 5ാമത്തെ പിക്കിൽ വരുന്നതാണ് ക്ലെയർ. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കണക്ട് ചെയ്താണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷെ വിഷ് കെയർ എനിക്ക് ടോപ്പ് 1 ആണ്. വിഷ് കെയർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലെയർ പറഞ്ഞത്. ഇനി അടുത്ത നമുക്ക് ഇന്ത്യൻ ബ്രാൻഡിലോട്ട് തന്നെ പോവാം. അടുത്താണ് ഡെർമക്കോഡ വിറ്റാമിൻ സി സെറം. ഡെർമക്കോയ്ക്ക് ആക്ച്വലി 3 വേരിയന്റ് വിറ്റാമിൻ സി സെറം ഉണ്ട്. ഒന്ന് വെച്ചാൽ അവരുടെ 5%, 10%, പിന്നെ അവരുടെ 20%. ഇതിനകത്ത് 5 ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ 10ഉം 20 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 5ന്റെ ഫോർമുലേഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് അതിനകത്ത് വിറ്റാമിൻ സി യൂസ് ചെയ്തേക്കുന്നത് 3-O-ethyl ascorbic acid, പിന്നെ പെറൂലിക് ആസിഡ്, പിന്നെ അവർ യൂസ് ചെയ്തേക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. അത് കഴിഞ്ഞിട്ട് തേർഡ് നമ്മൾ അല്ലെങ്കിൽ 5ന് തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് വിറ്റാമിൻ സി സെറം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിറ്റാമിൻ സി സെറം ഈ ഡെർമക്കോഡ 5% വിറ്റാമിൻ സി സെറം. കൂടാതെ തന്നെ നിങ്ങൾക്ക് പക്ഷെ ഒരു ഓയിലി സ്കിൻകാർക്ക് ഒരു വിറ്റാമിൻ സി സെറം വേണമെങ്കിൽ അതല്ലെങ്കിൽ കോമ്പിനേഷൻ നോർമൽ സ്കിൻകാർക്ക് ഇത് യൂസ് ചെയ്യും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് കുറച്ച് ഡ്രൈയിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വിറ്റാമിൻ സി സെറാണ് ഈ 5% വിറ്റാമിൻ സി സെറം. കാരണം കുറച്ച് ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആണ്, അതുകൊണ്ട് പിന്നെ വേറെ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്തില്ല. ഇനി അവർ 10%ലോട്ട് പോയാൽ എന്റെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 10% ആണ്. 10%ലോട്ട് പോവാണെങ്കിൽ ഇതിനകത്തും 3-O-ethyl ascorbic acid തന്നെയാണ് ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഫെറൂലിക് ആസിഡ് ഉണ്ട്. വിറ്റാമിൻ സി സെറവും ഫെറൂലിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും മാത്രമല്ല നമ്മുടെ വിറ്റാമിൻസ് സ്റ്റേബിൾ ആക്കാനായിട്ട് ഫെറൂലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ 5% നയാസിനമൈഡ് സെറം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വിറ്റാമിൻ സി സെറം ഹെൽപ്പ് ചെയ്യും. 5%ന്റെ കുറച്ചും കൂടെ ഹൈഡ്രേറ്റിംഗ് ഫോർമുലേഷൻ എത്തി 10%ലോട്ട് വരുമ്പോൾ. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ബിഗിനർ അല്ല, നിങ്ങൾ കുറച്ചൊക്കെ വിറ്റാമിൻ സി അല്ലെങ്കിൽ നിയാസിനമൈഡ് ഒക്കെ യൂസ് ചെയ്ത് സ്കിൻ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് ആളാണ്, അല്ലെങ്കിൽ ഒരു ബിഗിനർ അല്ല സ്കിൻ കെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ഒന്നും അല്ല, നിങ്ങൾ ബിഗിനറും അല്ല സ്കിൻ കെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ ഈ ഒരു 10% സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ ഡെയിലി വൺസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് ആണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇപ്പൊ ഹോൾ വീഡിയോയിൽ എന്റെ ഒരു ടോപ്പിക്കിൽ ഞാൻ എപ്പോഴും പറയും ഡെർമക്കോഡ് 5% സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. അതല്ല നിങ്ങൾ വിറ്റാമിൻ സി ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു പിക്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവേ. ഓക്കെ, ഇനി നമ്മൾ ഡെർമക്കോയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നയാസിനമൈഡും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പ്രസന്റ്ലി ഈ ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അതിനുള്ള ഏതാണ് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അവർക്കുള്ളത് 20% വിറ്റാമിൻ സി സെറം. ഞാൻ ഇതുവരെ 2 വിറ്റാമിൻ സി സെറാണ് 20ൽ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 10ഉം 20ലും വലിയ വ്യത്യാസം ഡെർമക്കോയിൽ ഫീൽ ആയിട്ടില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ ഒരു ഹൈഡ്രേറ്റീവ് ഫോർമുലേഷൻ ആണ്. 20ലോട്ട് വരുമ്പോൾ അവർ 3-O-ethyl ascorbic acid വരും, ഈഥൈൽ ascorbic acid ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫെറൂലിക് ആസിഡും ഉണ്ട്. പിന്നെ അവർ നയാസിനമൈഡ് പകരം ഹൈലറോണിക് ആസിഡ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 20%ലോട്ട് ഡെർമക്കോഡ് പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ടോപ്പ് 10ൽ എന്തായാലും 10% ഡെർമക്കോഡ് 10% വിറ്റാമിൻ സി ആണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഡെർമക്കോൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പേഴ്സണലി എന്റെ ഫേവറേറ്റ് 10% ആണ് ഡെർമക്കോയുടെ ഫേവറേറ്റ്. പക്ഷെ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% യൂസ് ചെയ്യാം. 20% യൂസ് ചെയ്യേണ്ട, അവോയ്ഡ് ചെയ്യാമെന്നേ ഞാൻ പറയും. ഡെർമക്കോഡ് 20% നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി ആണ്. അടുത്തത് എന്റെ തേർഡ് ഫേവറേറ്റ് ആണ്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ സി സെറാണ്. മിനിമലിസ്റ്റ് ബേസിക്കലി 2 രീതിയിൽ ഇറക്കുന്നുണ്ട്. എവരുടെയും 10% വിറ്റാമിൻ സി ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. 16 ആണ്, പക്ഷെ അത് എപ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 10% വിറ്റാമിൻ സി സെറത്തിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് 3-O-ethyl ascorbic acid ഉണ്ട്, പിന്നെ നമ്മുടെ ഫെലൂറിക് ആസിഡ് ഉണ്ട്, പിന്നെ ഗ്ലൂക്കോണോ ലാക്ടോൺ ഉണ്ട്. നിങ്ങളുടേത്
എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻ ആണ്, നിങ്ങൾ സ്കിൻ കെയർ ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വിറ്റാമിൻ സി യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈ, ഓയിലി, സ്ലൈറ്റ്ലി സെൻസിറ്റീവ് സ്കിൻ ആണ്, അതല്ല ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10% വിറ്റാമിൻ സി യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന പോലെ നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും ഈ വിറ്റാമിൻ സി സെറം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവരുടെ 16%ലോട്ട് പോയാൽ 16% യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ റെഗുലർ ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഒരു 10% നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടും റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, 1-2 ബോട്ടിൽ 10 യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നില്ല എന്നല്ല, നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, നമുക്കൊന്ന് അപ്ഗ്രേഡ്, റിസൾട്ട് കിട്ടിയ റിസൾട്ടിൽ അങ്ങനെ സ്റ്റക്കഡ് നിൽക്കാൻ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിറ്റാമിൻ സി 16% വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാം. അത് എന്റെ സത്യത്തിൽ 16% വിറ്റാമിൻ സി സെറം എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിനിമം 16% വിറ്റാമിൻ സി ആർക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആന്റി ഏജിങ് നോക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ റെഗുലർ ആയിട്ട് 10% വിറ്റാമിൻ സി നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉണ്ട്, നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിനിമലിസ്റ്റിന്റെ 16%. നിങ്ങൾ ബിഗിനർ ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലോ ഈ വിറ്റാമിൻ സി സെറത്തിലോട്ട് തിരിഞ്ഞു പോലും നോക്കരുത്. ഇതിന്റെ ഫോർമുലേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്ത് 3-O-ethyl ascorbic ആസിഡ് അതുപോലെ തന്നെ ഫെലോറിക് ആസിഡ് ഉണ്ട്, നമ്മുടെ 10%ലുള്ള 2 കോമ്പിനേഷൻ. പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട്. പിന്നെ ഇതിന് ആന്റി ഏജിങ്ങിന് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്ത് ഫ്ലുറിൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസിനെയും തടയാനായിട്ടും അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിറ്റാമിൻ സി ആന്റി ഏജിങ്ങിനാണ് നല്ലതെന്ന് പറഞ്ഞത്. ഇത് ലൈറ്റ് വെയ്റ്റഡ് ഫോർമുലേഷൻ ഒക്കെ വെച്ചാൽ അധികം തിക്കല എന്ന ഒരു നോർമൽ സിറത്തിന്റെ ഫോർമുലേഷൻ ഒക്കെയാണ്. പക്ഷേ ഇതിനകത്ത് 16% ഉള്ളതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്കും ബിഗിനേഴ്സിനും ഒരു രീതിയിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ടോപ്പ് 10 ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ബ്രാൻഡിന്റെ ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും 10% വിറ്റാമിൻ സി സെറം എടുക്കാൻ. അതല്ല ഒരു ആന്റിയേജിങ് വിറ്റാമിൻ സി സെറം പറയുകയാണെങ്കിൽ എനിക്ക് 16% ഡെഫിനറ്റ്ലി അതിനകത്ത് ഉണ്ടാവും. അടുത്താണ് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ 10% വിറ്റാമിൻ സി സെറം. ഡോക്ടർ ഷെയ്ത്തിന്റെ ഒരു എല്ലാ സാധനവും ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു വിറ്റാമിൻ സി സെറം ഞാൻ 1 ബോട്ടിലേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് എനിക്ക് വർക്ക് ചെയ്യാത്തതിന്റെ കാര്യം, പക്ഷെ വേറെ ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നുള്ളതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ എന്റെ നിങ്ങൾക്കറിയാം ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണ്. ഈ സുഗന്ധയുടെ ഡോക്ടർ ഷെയ്ത്തിന് ഈ പെർട്ടിക്കുലർ വിറ്റാമിൻ സി സെറം ഡെഫിനറ്റ്ലി ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സെറം. അങ്ങനത്തെ ഒരു ഫോർമുലേഷൻ ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും അധികം ഇത് നമുക്ക് സ്കിന്നിൽ ഇത് ഇടുമ്പോഴത്തേക്കും ഹെവിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാത്രം ഫോർമുലേഷൻ വേസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട്. അതല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർമുലേഷൻ ആണ് ഇവർക്ക് ഉള്ളത്. കൺസിസ്റ്റൻസി വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യില്ല, ഫോർമുലേഷൻ വെച്ചിട്ട് നല്ല ഫോർമുലേഷൻ ആണ്. കാരണം 3-O-ethyl ascorbic ആസിഡ്, ഫെലൂറിക് ആസിഡ്, വിറ്റാമിൻ ഇ, ഹൈലറോണിക് ആസിഡ്, ഇത് 4 ഉള്ളതുകൊണ്ട് തന്നെ സംഭവം പൊളിയാണ്. പക്ഷേ ഡ്രൈ സ്കിൻകാർക്കാണ് ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഇത് ജെന്റിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ആണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണ്, അതല്ല നിങ്ങൾക്ക് ഒരു വിന്ററിൽ ഒരു ഹൈഡ്രേഷൻ ടൈപ്പ് വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാം. അതല്ല ഈ സമ്മർ സീസൺ ആണ് നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ ഈ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ടോപ്പ് 10 വരുന്ന വിറ്റാമിൻ സി സെറം തന്നെയാണ് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ വിറ്റാമിൻ സി സെറം. പക്ഷെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രൈ സ്കിൻകാർക്കാണ്. അടുത്താണ് നമ്മുടെ ഫോക്സ്റ്റേലിന്റെ വിറ്റാമിൻ സി സെറം, അതായത് ബ്രൈറ്റനിങ് സിറം ഫോക്സ്റ്റേലിന്റെ. ഇതിനകത്ത് വിറ്റാമിൻ സി വരുന്ന എൽ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞ ഫോർമുലേഷനിലാണ്. മാത്രമല്ല ഇതിനകത്ത് വിറ്റാമിൻ ഇ ഉണ്ട്. ഈവൻ ഇതൊരു തിക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ഓയിലി, ഡ്രൈ അല്ലെങ്കിൽ കോമ്പിനേഷൻ നോർമൽ എല്ലാ സ്കിൻകാർക്കും യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻകാർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോക്സ്റ്റേൽ കുറച്ച് ഫ്രാഗ്രൻസ് ഉള്ള കമ്പനിയാണ്, ഫ്രാഗ്രൻസ് സ്കിൻ കെയറിൽ കൊടുക്കുന്ന കമ്പനിയാണ്. ചിലപ്പോൾ ആ ഫ്രാഗ്രൻസ് കാരണം നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ വരും, അല്ലാണ്ട് ഇതിനകത്ത് വിറ്റാമിൻസ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തരാനായിട്ട് പോകുന്നില്ല. ഇതിനകത്തുള്ള എൽ അസ്കോർബിക് ആസിഡ് എൻക്യാപ്സുലേറ്റഡ് ഫോർമുലേഷൻ ആയതുകൊണ്ട് സെൻസിറ്റീവ് സ്കിൻകാർക്ക് നല്ലതാണ്. പക്ഷെ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തരുന്നുവെങ്കിൽ ഇത് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അല്ലാണ്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്, എന്റെ മാത്രമല്ല എന്റെ ഹസ്ബൻഡിന്റെയും പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന ഒരു വിറ്റാമിൻ സി സെറം തന്നെയാണ് ഫോക്സ്റ്റേലിന്റെ വിറ്റാമിൻ സി സെറം. പിന്നെ ഇത് നിങ്ങൾക്കിപ്പം ഒരു ഈ എന്താ പറയുക പെട്ടെന്നുള്ള സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. പ്രത്യേകിച്ചും ഇപ്പൊ നമ്മളെ സമ്മർ സീസൺ ആണ്, നിങ്ങൾക്ക് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിറ്റാമിൻ സി സെറാണ് ഇത്. കാരണം ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ ആണ്, ഒരു മോയിസ്ചറൈസിങ് ടൈപ്പ് കൺസിസ്റ്റൻസി ഇത് തരുന്നുണ്ട്. നമുക്ക് മോർണിംഗിൽ ഫേസ് വാഷ് കഴിഞ്ഞ് ഡയറക്റ്റ് ഈ വിറ്റാമിൻ സിയും സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്ത് പോകാം, ഇഷ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. ഡ്രൈ സ്കിൻകാരായാലും ഓയിലി സ്കിൻകാരായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു വിറ്റാമിൻ സി സെറാണ് ഫോക്സ്റ്റേലിന്റെ വിറ്റാമിൻ സി സെറം. സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാം ഫ്രാഗ്രൻസ് ഇഷ്യൂ ഇല്ലെങ്കിൽ. പിന്നെ ആക്നെ പ്രോൺ സ്കിൻകാർ ഇത് യൂസ് ചെയ്യേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ
കാരണം ഫോക്സിനെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും ഈ ഒരു വിറ്റാമിൻ സി സിറം തരും. ഇപ്പൊ ക്ലെയർ പോലെ നമ്മുടെ ഒരു വിറ്റാമിൻ സി സിറം ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞ ഒരു ഗ്ലോ തരുമെങ്കിൽ അത് നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ വിറ്റാമിൻ സി സിറം ആട്ടോ. അടുത്താണ് ദ ഓർഡിനറിയുടെ വിറ്റാമിൻ സി സിറം. ഇത് നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണ്, ഓർഡിനറി സ്കിൻ ആണ്, ഈവൻ ദോ സെൻസിറ്റീവ് ആണ്, അല്ല വെരി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറം ആണ് ഓർഡിനറിയുടെ. ഓർഡിനറിക്കകത്തില്ലെന്ന് വെച്ചാൽ ഒറ്റ ഇൻഗ്രീഡിയന്റ് 12% അസ്കോർബൈറ്റ് ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ആണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നല്ല സെൻസിറ്റീവ് സ്കിൻകാർക്കാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒറ്റ കാര്യം ശ്രദ്ധിച്ചത് കുറച്ച് എമൗണ്ട് മാത്രം, നിങ്ങൾ നോർമലി എടുക്കുന്ന സിറം ക്വാണ്ടിറ്റിയുടെ ഹാഫ് എമൗണ്ട് മാത്രം എടുക്കണം, അത്രയേ ഉള്ളൂ, ബാക്കി ഒരു കാര്യമില്ല. ഇത് ലൈറ്റ് വെയ്റ്റഡ് ആണെങ്കിൽ ഭയങ്കര സ്റ്റിക്കി, നമുക്ക് തൊടുമ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ലൈറ്റ് ആയിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഓക്കെ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ടാക്കി ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണുള്ളത്. വേറെ എനിക്ക് പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ടോപ്പ് 10ൽ 10th പൊസിഷനായിരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഈവൻ ഇത് നല്ലൊരു ഫോർമുലേഷൻ ആണെങ്കിലും എനിക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ്നസും ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ ഈവൻ ടോണും തരാൻ ഈ ഒരു വിറ്റാമിൻ സി സിറം നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റീവ് വിറ്റാമിൻ സി സിറം. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഫോർമുലേഷന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈഥൈൽ അസ്കോർബിക് ആസിഡ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തതിൽ എല്ലാവരും 3O ഈഥൈൽ ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈഥൈൽ അസ്കോർബിക് ആസിഡ് ആകെ കൂടി പറഞ്ഞ് നമ്മുടെ മിനിമലിസ്റ്റിൽ മാത്രമാണ്, മിനിമലിസ്റ്റിൽ 20% ആണ്. പിന്നെ നമുക്കൊരു ഈഥൈൽ അസ്കോർബിക് ആസിഡ് പറയാൻ പറ്റുന്ന ഒരു ഫോർമുലേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വിറ്റാമിൻ സി സിറം പ്രത്യേകിച്ചും ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈഥൈൽ അസ്കോർബിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും, ഈ ഡീകൺസ്ട്രക്റ്റിനകത്ത് പറയാൻ പറ്റും. ഇതിനകത്തുള്ള 3 ഫോർമുലേഷൻ ഏതൊക്കെയാന്ന് വെച്ചാൽ വിറ്റാമിൻ സിക്ക് വേണ്ടി ഈഥൈൽ അസ്കോർബിക് ആസിഡ്, ഫെറൂലിക് ആസിഡ്, പിന്നെ ഗ്ലിസറിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻകാർക്ക് സ്യൂട്ടബിൾ ആണ് ഇട്ടുള്ളൊരു വിറ്റാമിൻ സി സിറമാണ് ഇത്. ഡ്രൈ സ്കിൻകാർക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസി ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഓയിലി കോമ്പിനേഷൻ, അതല്ല ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക, അതല്ല ആക്റ്റീവ് ആക്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ആണ് ഇത്. ഈ ഒരു ഈഥൈൽ അസ്കോർബിക് ആസിഡ് മാത്രമേ ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരു ഈവൻ ടോൺ തരാനായിട്ട് ഈ ഒരു ഡീകൺസ്ട്രക്റ്റീവ് വിറ്റാമിൻ സി സിറം ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ വിഷ് കെയർ, ഫോക്സ്റ്റൈൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന് വിറ്റാമിൻ സി സിറം ബാക്കിയുള്ള വിറ്റാമിൻ സി സിറങ്ങളെക്കാളും ഒന്ന് മാറി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ പാക്കേജിങ് ആണ്. ഇത് പമ്പ് ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് മൂന്നും ഒക്കെ എനിക്ക് ടോപ്പ് 10ൽ വരാനുള്ള മെയിൻ റീസൺസ് ഇതിന്റെ ഫോർമുലേഷനിലേക്ക് വെച്ച് കൂടാതെ ഇതിന്റെ പാക്കേജിങ്ങും കൂടെ അതിനകത്ത് വരും. ഡീകൺസ്ട്രക്റ്റും അവർ ഫസ്റ്റ് ഡ്രോപ്പ് ഫോമിലായിരുന്നു, പക്ഷെ ഇപ്പൊ അവർ പമ്പ് ഫോമിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. നല്ല സ്റ്റേബിൾ ഫോമിൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. ക്ലെയർ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നമുക്ക് 3 months കഴിയുമ്പോൾ ചിലപ്പോൾ ഓക്സിഡൈസ് ആയി പോകും. ആ ഒരു ഇഷ്യൂ എന്തായാലും ഡീകൺസ്ട്രക്റ്റിൽ നിങ്ങൾക്ക് വരാനായിട്ട് പോണില്ല. അടുത്ത വിറ്റാമിൻ സി എന്ന് വെച്ചാൽ ഞാൻ പറയും വിഷ് കെയർ ഇന്ത്യൻ ബ്രാൻഡാണ്, എനിക്ക് ഒബ്സസ്ഡ് ആണ് എന്നൊക്കെ. പക്ഷെ ഈ ഒരു ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു വിറ്റാമിൻ സി സിറം എന്ന് വെച്ചാൽ ഞാൻ അബ്സല്യൂട്ട്ലി ഒബ്സസ്ഡ് ആണ്. പക്ഷെ എനിക്ക് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറല്ല. കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിൻ നല്ല രീതിയിൽ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ അടുത്ത വെയിറ്റ് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറം ആണ്. പക്ഷെ റെക്കമെൻഡേഷനിലേക്ക് പറയാതിരിക്കാൻ വയ്യാത്ത കൊണ്ടും ഇനി അല്ല കുറെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, 2-3 വർഷമായിട്ടൊക്കെ സ്കിൻ കെയർ ചെയ്യും. വിറ്റാമിൻ സി സിറം കുറെ നാളായിട്ട് നിങ്ങളുടെ സ്കിൻ കെയറിലുണ്ട്, നിങ്ങൾ 15% 16% ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറാണ് കോസ്റെക്സിന്റെ വിറ്റാമിൻ സി സിറം. ഇത് ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ വിറ്റാമിൻ സി നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സിറം ആണ് ഇത്. ഞാൻ ഒബ്സസ്ഡ് ആവാന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറയ്ക്കും ഒരു വിറ്റാമിൻ സി സിറം. നന്നായിട്ട് വെച്ചാൽ വിഷ് കെയർ ഒരു പരിധി വരെ കുറയ്ക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വിറ്റാമിൻ സി സിറം നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ സി സിറം ആണ് കോസ്റെക്സിന്റെ വിറ്റാമിൻ സി സിറം. പക്ഷെ ഞാൻ ഇത് എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് 23% വിറ്റാമിൻ സി ആണ്, അതായത് ഭയങ്കര സ്ട്രോങ് ഫോമിലുള്ള ഒരു വിറ്റാമിൻ സി ആണ്. ഇതെന്ന് വെച്ചാൽ ഈ യൂസ് ചെയ്തതിൽ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലുള്ള വിറ്റാമിൻ സി ആണ്, 23% അസ്കോർബിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇത് പെട്ടി പൊട്ടിച്ച 2 മാസത്തിനുള്ളിൽ നിങ്ങൾ യൂസ് ചെയ്ത് തീർത്തോണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ നിങ്ങളൊരു വിറ്റാമിൻ സി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം റേറ്റുള്ള വിറ്റാമിൻ സിയും കൂടിയാണ്. അപ്പൊ നമ്മൾ അത്രയും കോസ്റെക്സ് ഒക്കെ അറിയില്ല, കുറച്ച് റേറ്റുള്ള 1000 എബോ വരുന്നതൊക്കെയാണ്. അപ്പൊ നമ്മൾ അത്രയും വാങ്ങിച്ചിട്ട് നമുക്ക് 1 മാസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതാണ്. ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ചു, 3ാമത്തെ ബോട്ടിൽ വാങ്ങിക്കണോ വേണ്ടേ, കാരണം പ്രൈസ് നോക്കാൻ വേണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ലിറ്ററലി
ഒരിക്കലും ഡിച്ച് ചെയ്യാൻ പോവാത്തൊരു വിറ്റാമിൻ സി സെറാണ് ഇത്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കാം എന്നുള്ള വേണ്ട, 2 മാസങ്ങളിൽ യൂസ് ചെയ്ത് തീർക്കാൻ വേണം. വിറ്റാമിൻ സിയുടെ ഇവർ ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റ്സും, നമ്മൾ വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയും, ആന്റി ഓക്സിഡന്റ് ആണ്, പിഗ്മെന്റേഷൻ മാറ്റും, അതുപോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, ആന്റി ഏജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയത്തില്ലേ. ഇതെല്ലാം ഈ ഒരു ബോട്ടിലിൽ നമുക്ക് കിട്ടും. കൊടുക്കുന്ന വിലയ്ക്ക് ലിറ്ററലി നമുക്ക് ബെനിഫിഷ്യൽ ആണ്. പക്ഷേ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാലം വെയിറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ വിറ്റാമിൻ സി സെറം ഒക്കെ യൂസ് ചെയ്ത് 23 യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എത്തിയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലിറ്ററലി നമുക്ക് ഈ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് 2 മാസത്തിനുള്ളിൽ തീരുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഒരുപാട് റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു പിക്ക് ലിസ്റ്റിൽ ഇതിങ്ങനെ എവിടെ നിർത്തണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ, സെക്കൻഡിൽ നിർത്തണോ ആദ്യം 5th നിർത്തണോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. അതല്ല, ഇതെല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തി ഒരു വിറ്റാമിൻ സി ഒന്നുമില്ല, നീ റാൻഡമായിട്ട് വിറ്റാമിൻ സി നിന്റെ ഫേവറേറ്റ് വിറ്റാമിൻസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വർക്കിങ്ങിന്റെ ബേസിൽ മാത്രം ഒരു വിറ്റാമിൻസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റെക്സ് ടോപ്പിൽ തന്നെ നിൽക്കും. പക്ഷെ ഒരുപാട് ഡ്രോബാക്സ് എന്നുള്ളത്, പെട്ടെന്ന് അത് ഓക്സിഡൈസ് ആയിപ്പോ, 2 മാസത്തിനുള്ളിൽ തന്നെ ഓക്സിഡൈസ് ആയിപ്പോ, ട്രേസ് എന്നുള്ള രീതിയിലും നമുക്കൊരു ഡ്രോബാക്ക് ആണ്. ഇത് രണ്ടും ആക്ച്വലി നല്ലൊരു ഡ്രോബാക്ക് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സിയുടെ റിസൾട്ട് നന്നായിട്ട് തരുന്ന ഒരു വിറ്റാമിൻ സി ഫോർമുലേഷൻ ഈ ടോപ്പ് 10 ഏതെന്ന് ചോദിച്ചാൽ അത് ഞാൻ എപ്പോഴും കോസ്റെക്സ് തന്നെ പറയും. പിന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ അല്ലാന്നുണ്ടെങ്കിലും, നിങ്ങൾ ലിറ്ററലി ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ഈ ഒരു വിറ്റാമിൻ സി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അടുത്ത വിറ്റാമിൻ സി സെറം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മോക്കുരു ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ മോക്കുരു വന്നിട്ടുണ്ട്, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിക്ക് അലർജി ഒന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലേഷൻ ആണ്. നിങ്ങൾ ഈ എടുത്ത എല്ലാ ഫോർമുലേഷനും ഒക്കെയും 3 ഈഥൈൽ അസ്കോർബിക് ആസിഡ്, എല്ലാ അസ്കോർബിക് ആസിഡ്, അതല്ലെങ്കിൽ ഈഥൈൽ അസ്കോർബിക് ആസിഡ്, അസ്കോർബൈൽ ഗ്ലൂക്കോണേറ്റ്, അങ്ങനെ കുറെ ഫോർമുലേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫോർമുലേഷൻ വേറെ ഒരു വിറ്റാമിൻ സി സെറത്തിലും കാണാനായിട്ട് പോകില്ല, പ്രത്യേകിച്ചും ഇന്ത്യൻ ബ്രാൻഡുകൾ. ഇതാണ് നമ്മുടെ റിക്വെലിന്റെ C10 സാപ്പ് സിറം. ഇതിനകത്ത് 10% സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നയാസിനമൈഡും സിൻഡലൈഷേറ്റിക് ഉണ്ട്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഈവൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ സി സെറം ആണ്. ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, കുറച്ച് ഡ്രൈ സ്കിന്നിൽ ഒരു മാറ്റ് ഫിനിഷ് തോന്നിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ആണ്. ഇതിനകത്തുള്ള സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള ആക്നെ ഇറപ്ഷനിൽ അതിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ആക്റ്റീവ് ആക്നെ ഉള്ളവർക്കും അല്ലെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ആക്നെ ഇറപ്ഷൻസ് വരുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സിറമായിട്ട് മാറിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് 10 വിറ്റാമിൻ സി സിറംസ് ആണ് പറഞ്ഞത്. ടോപ്പ് 10 എന്ന് പറയത്തില്ല, ബ്രാൻഡുകൾ വെച്ചിട്ട് വേണമെങ്കിൽ ടോപ്പ് 10 ബ്രാൻഡ് എന്റെ ഫേവറേറ്റുള്ള വിറ്റാമിൻ സി സിറംസ് ഉള്ളത് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരു ബ്രാൻഡിന്റെ തന്നെ പല പല കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതുണ്ട്, സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഇതിനകത്ത് ഏതാണെന്ന് പറയാം. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ ഇതുപോലെ ഏത് വേണം എന്നുള്ളത് പറയാനായിട്ട് മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിൽ വരുന്ന ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.